നിശബ്ദ പ്രചരണ ദിനത്തിൽ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരെ സന്ദർശിച്ച് തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. പാലാ കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമാരുമായാണ് സുരേഷ് ഗോപി കൂടിക്കാഴ്ച നടത്തിയത്. എന്നാൽ സന്ദർശനത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ സ്വന്തം മണ്ഡലത്തിലെ നിശബ്ദ പ്രചാരണം പോലും ഉപേക്ഷിച്ചാണ് സുരേഷ് ഗോപി സഭാമേലധ്യക്ഷന്മാരെ കാണാൻ കോട്ടയത്തെത്തിയത്. ഇന്നലെ രാത്രി അരുവിത്തുറ പള്ളിയിലാണ് സുരേഷ് ഗോപി ആദ്യം സന്ദർശനം നടത്തിയത്. തുടർന്ന് രാവിലെ പാലാ കുരിശുപള്ളിയിലെത്തി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച ശേഷം പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടുമായുള്ള കൂടിക്കാഴ്ച നടത്തി. സൗഹൃദ സന്ദർശനമായിരുന്നുവെന്നും രാഷ്ട്രീയമില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തുടർന്ന് കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ ജോസ് പുളിക്കലിനെയും സുരേഷ് ഗോപി സന്ദർശിച്ചു. അരമണിക്കൂർ നേരം സന്ദർശനം നീണ്ടുനിന്നു. NSS ആസ്ഥാനത്തും സുരേഷ് ഗോപി എത്തി. സുകുമാരൻ നായരുമായി അരമണിക്കൂർ നേരം കൂടിക്കാഴ്ച നടത്തി. മറ്റ് സഭാ നേതൃത്വങ്ങളുമായും ഇനി കൂടിക്കാഴ്ച നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ബിഷപ്പുമായി എന്തൊക്കെ സംസാരിച്ചു എന്നത് പറയാൻ കഴിയില്ല, ഇതെല്ലാം ഗുരുത്വത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാതൽ കഴിക്കാൻ ബിഷപ്പ് ക്ഷണിച്ചിരുന്നു. നിശബ്ദ പ്രചാരണം തൃശൂരിൽ പ്രവർത്തകരും മറ്റ് നേതാക്കളും നടത്തുന്നുണ്ട്. സന്ദർശനത്തിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നുമില്ല, പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി മാത്രമാണ് വന്നത്. NSS SNDP ആസ്ഥാനങ്ങളും സുരേഷ് ഗോപി ഇന്ന് സന്ദർശിച്ചേക്കും. അതേസമയം തൃശൂരിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഉള്ളതെന്ന് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ജനങ്ങൾ ഇത്തവണ അനുഗ്രഹിക്കും. മറ്റുള്ള സ്ഥാനാർത്ഥികൾക്കൊപ്പം കിടപിടിച്ചു നിൽക്കാൻ പ്രചാരണത്തിലുടനീളം സാധിച്ചു. 1.5 മാസം നീണ്ട പ്രചാരണത്തിനിടയിൽ ജനങ്ങളുടെ ജീവിതത്തിൽ എത്തിപ്പിടിക്കേണ്ട കാര്യങ്ങളും അവരുടെ പ്രശ്നങ്ങളും മാത്രമേ ചർച്ചയാക്കിയിട്ടുള്ളൂ. യാതൊരു വിധത്തിലുള്ള കുത്തിത്തിരിപ്പുകൾക്കും താൻ നിന്നിട്ടില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. പൂരത്തിനെതിരായ നീക്കം നടന്നെങ്കിലും വിവാദം മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം അല്ല. വികസനമാണ് തൃശൂരിലെ മുഖ്യ ചർച്ചാ വിഷയം. ഇന്നസെന്റിന്റെ ചിത്രം ഫ്ലെക്സിൽ ഉപയോഗിച്ചതിൽ അനൗചിത്യമുണ്ടെന്ന് തോന്നുന്നില്ലെന്നും സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. മുൻ ഇടതെമ്പിയും ചലച്ചിത്ര നടനുമായ ഇന്നസെന്റിന്റെ ചിത്രം NDA സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി പ്രചാരണത്തിന് ഉപയോഗിച്ചതിനെതിരെ LDF പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. ഇരിങ്ങാലിക്കുട മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി P. മണിയാണ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത്. മുന്നണിയുടെയോ ഇന്നസെന്റിന്റെ കുടുംബത്തിന്റെയോ അനുമതിയില്ലാതെയാണ് ചിത്രം ആലേഖനം ചെയ്തത്. ഇന്നസെന്റിന്റെ കുടുംബവും ഇതിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. ഇതേസമയം ഈ കാര്യങ്ങളിൽ രാഷ്ട്രീയമില്ലെന്ന് സുരേഷ് ഗോപി പറയുമ്പോഴും സഭാ വോട്ടുകൾ ലക്ഷ്യമിട്ടുള്ള BJP നീക്കത്തിന്റെ ഭാഗമാണെന്ന പ്രതിപക്ഷ ആരോപണം ഉയരുന്നുണ്ട്. M5 ന്യൂസ് കോട്ടയം.